ശ്രീ ആർ വി ബാബു, ശബരിമലയിൽ വെർച്വൽ ക്യൂ ബുക്കിംഗ് നടത്താനാകാതെ സാധാരണക്കാരായ ഭക്തർ ഉഴലുകയാണ്. അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ സെപ്റ്റംബർ 19, 20 തീയതികളിലെ ബുക്കിംഗ് ആണ് ഇപ്പോൾ തടഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷേ ആഗോള അയ്യപ്പ ഭക്ത സംഗമവുമായി ബന്ധപ്പെട്ട് സർക്കാർ സന്നിധാനത്ത് VIP-കളെ എത്തിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ വെർച്വൽ ക്യൂ ബുക്കിംഗ് തടഞ്ഞു എന്നുള്ള പരാതികളും വിമർശനങ്ങളും ഒക്കെ ഉയരുന്നുണ്ട്. സർക്കാർ എന്തുതരം നിലപാടിലേക്കാണ് കടക്കുന്നതെന്നാണ് താങ്കൾ കരുതുന്നത്? ഈ അയ്യപ്പ സാധാരണ അയ്യപ്പന്മാർക്ക് വേണ്ടിയല്ലാന്ന് ഇതിന് വ്യക്തമല്ലേ? സാധാരണ അയ്യപ്പ വിശ്വാസികള് സാധാരണ അയ്യപ്പന്മാരെ അല്ല അവിടെ പ്രതീക്ഷിക്കുന്നത്. VIP-കളായിട്ടുള്ള പണക്കാരായിട്ടുള്ള അയ്യപ്പന്മാരെയാണ് അവിടെ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ പണക്കാരായിട്ടുള്ള അയ്യപ്പന്മാർക്ക് 19-ാം തീയതിയും 20-ാം തീയതിയും വന്ന് തൊഴുത് യഥേഷ്ടം വന്ന് തൊഴുത് താമസിച്ച് പോകാൻ വേണ്ടി സൗകര്യം ഒരുക്കാൻ വേണ്ടിയാണ് 2 ദിവസത്തേക്കുള്ള ഈ വെർച്വൽ ബുക്കിംഗ് തടഞ്ഞിരിക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലാവാത്തത്, ഈ 3000 പേരാണ് അവർ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ 3000 പേരുടെ ആ ഒരു ഒഴിവ് കഴിഞ്ഞിട്ട് ബാക്കി 3001 മുതൽ ബുക്കിംഗ് നടത്താൻ അനുവദിക്കാമല്ലോ. പക്ഷെ മുഴുവൻ ബുക്കിങ്ങും തടയാൻ പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? അപ്പൊ ഒരു തരത്തിലും സാധാരണ അയ്യപ്പന്മാരെ ആ ദിവസം പ്രതീക്ഷിക്കുന്നില്ല, വരാൻ പാടില്ല. സാധാരണ അയ്യപ്പന്മാർ ആ ദിവസം ശബരിമലയിൽ വരാൻ പാടില്ല. ഇതാണ് ഈ ഗവൺമെന്റും അതേപോലെ ദേവസ്വം ബോർഡും ഉദ്ദേശിക്കുന്നത്. ഇത് അയ്യപ്പ വിശ്വാസികൾക്കെതിരായിട്ടുള്ള സംഗമമാണ്. ശബരിമല അയ്യപ്പനെതിരായിട്ടുള്ള സംഗമമാണ്. നിരീശ്വരവാദികളുടെ സംഗമം എന്നുള്ള നിലയ്ക്ക് ഇതല്ലാതെ വേറെ ഒന്നും പ്രതീക്ഷിക്കാനില്ല. സാധാരണ അയ്യപ്പന്മാരുടെ വരവ് തടയുന്ന സർക്കാരിന്റെ ധിക്കാരപരമായ നിലപാടാണ് ഇതിൽ വ്യക്തമാകുന്നത്. ശ്രീ ആർ വി ബാബു, അതുമാത്രമല്ല, അങ്ങേറ്റം ഗുരുതരമായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് സർക്കാർ തുടക്കത്തിൽ തന്നെ ഈ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ കോടികൾ കൈപ്പറ്റി കഴിയുമ്പോൾ പിന്നെ എന്താകും അവസ്ഥ എന്നുള്ളതാണ്. അല്ല, അത് ഒരു സാധാരണ ശബരിമല ക്ഷേത്രം ഇപ്പോൾ എങ്ങനെയാണോ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ പണത്തിന്റെ തോതനുസരിച്ച് പണക്കാർക്ക് പ്രത്യേകമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന തരത്തിലുള്ള ഒരു വിവേചനം ശബരിമലയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി മുതലുള്ള കാലഘട്ടം അതാണ് വരാൻ പോകുന്നത്. ആ രീതിയിലേക്ക് ശബരിമലയെ മാറ്റിയെടുക്കുകയാണ് ദേവസ്വം ബോർഡ്. പണം തരുന്നവരെ പ്രത്യേകമായിട്ട് പരിഗണിക്കും. അപ്പോ ഈ പണത്തിന് മീതെ പരിക്കില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോ പണത്തിന്റെ അന്തരീക്ഷത്തിനനുസരിച്ച് അല്ലെങ്കിൽ തരുന്ന കെട്ടിന്റെ കനം അനുസരിച്ച് ശബരിമലയിൽ ദർശനം നടത്താൻ കഴിയുന്ന തരത്തിലേക്ക് ശബരിമലയുടെ പവിത്രതയെയും പാവനതയെയും തകർക്കുന്ന ഒരു നയം ദേവസ്വം ബോർഡും സർക്കാരും ചേർന്ന് എടുക്കുന്നു. ശബരിമലയെ തകർക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇതിന്റെ പിന്നിലുള്ളത്. ശബരിമലയുടെ സംരക്ഷണം അല്ല, ശബരിമലയെ തകർക്കുക. ശബരിമലയുടെ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയെ തകർത്താൽ കേരളത്തിൽ ഹൈന്ദവ സമൂഹത്തെ തകർക്കാം എന്നാണ് ഇവർ വിചാരിക്കുന്നത്. ആ ലക്ഷ്യമാണ് ഇതിന്റെ പിന്നിലുള്ളത്.